ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേസ് ന്യൂസ് ഡെസ്ക് ഫ്രം ദക്ഷിണ ലേണിംഗ്സ്. അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ന്യൂസ് അനാലിസിസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഡേറ്റ് 22 ഏപ്രിലാണ്. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു ബൈലാറ്ററൽ റിലേഷൻ, എസ്പെഷ്യലി നൈബർഹുഡ് റിലേഷൻ ബിറ്റ്വീൻ ചൈന. സോ ഇത് എഴുതിയിരിക്കുന്ന ഓദർ എന്ന് പറയുന്നത് നിരുപമ റാവു ആണ്. ഷീ ഈസ് എ ഫേമസ് ഡിപ്ലോമാറ്റ് ആസ് വെൽ ആസ് എ ഫോറിൻ സെക്രട്ടറി. വർക്ക് ദെയർ ഓൺ അവർ നൈബർഹുഡ്. സോ ഇതില് എന്താണ് ഈ ഓദർ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിലോട്ട്, നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിലോട്ട് നോക്കുമ്പോൾ കീ ആസ്പെക്ട്സിൽ ഒന്നാണ് ആക്ച്വലി അത് ബോർഡർ റിലേഷൻ. നമ്മൾ ഹോസ്റ്റൽ നൈബറാണെന്ന് കണക്കാക്കുമെങ്കിലും നമ്മൾ അറൌണ്ട് 10 to 12 സ്റ്റേറ്റ്സുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ്, നൈബർഹുഡ് കൺട്രിയാണ് ആക്ച്വലി അത് ചൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബോർഡർ മാനേജ്മെന്റ് ഹൈലി ക്രിട്ടിക്കലും ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിപ്ലോമസിയാണ്. അപ്പൊ അതിൽ എന്തൊക്കെ ആസ്പെക്ട്സ് എന്നുള്ള ആംഗിളിലാണ് ആക്ച്വലി ഈ ന്യൂസ് അനാലിസിസ് മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ചൈന എ സ്ട്രക്ചറൽ ചാലഞ്ച് ഇൻ ഫോറിൻ പോളിസി. നമ്മളെ ഫോറിൻ പോളിസിയിൽ തന്നെ ഒരു സ്ട്രക്ചറൽ ചാലഞ്ച് ആണ് ആക്ച്വലി അത് ചൈന എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഗാൽവാൻ ഇഷ്യൂ അറിയാം, 2020 രണ്ട് സൈഡിൽ നിന്നും ഒരു മിലിറ്ററി സ്കിർമിഷും ഒരു വാറിന്റെ ഒരു എഡ്ജ് വരെ എത്തിയ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ആക്ച്വലി ബോർഡർ പോസ്റ്റ് മാനേജ്മെന്റും അവിടുത്തെ ഡിസ്കഷനും വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ന്യൂസിലുണ്ട്. സോ ഇത് മെയിൻ ആയിട്ട് ഓദർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീറ്റീവ് കോ എസിസ്റ്റൻസ് വേണമെന്നാണ്. അതായത് രണ്ടുപേരും കോമ്പറ്റീറ്റീവ് ആയിട്ട് കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, വിത്ത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഡയലോഗ് ആൻഡ് എക്കണോമിക് ഇന്റർഡിപെൻഡൻസ്. അതായത് ഈ ഹോസ്റ്റിലിറ്റി ഒഴിവാക്കാനായിട്ട് മെയിൻ ആയിട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള ഡിപ്ലോമാറ്റിക് ഡയലോഗും എക്കണോമിക് ഇന്റർഡിപെൻഡൻസും മെയിൻ ആയിട്ട് വേണം എന്നാണ് ആക്ച്വലി ഓദർ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഈ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചലഞ്ച് ഒഴിവാക്കാൻ. അതിന്റെ മെയിൻ ക്രക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലായിട്ട് നമ്മൾ എക്കണോമിക് സൈഡിലും ഡിപ്ലോമാറ്റിക് സൈഡിലും നമ്മൾ റിലേഷൻഷിപ്പ് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ഈ ആർമി അല്ലെങ്കിൽ വെപ്പൺ ബേസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അത് എന്താ ഫോറിൻ പോളിസിയിൽ ഒരു ഡിപ്ലോമാറ്റിക് മാനോവറിങ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. നെക്സ്റ്റ് ഓദർ പറഞ്ഞതെന്ന് വെച്ചാൽ റീജിയൻ ആൻഡ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് സ്റ്റേക്ക്. അപ്പം അറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഇയർ ബിഗ്ഗസ്റ്റ് പോപ്പുലസ് കൺട്രി ഓഫ് ദ വേൾഡ് ആയിട്ട് ഓവർടേക്ക് ചെയ്തു. അതേസമയം ചൈന ആണെങ്കിൽ എക്സ്പോർട്ടിംഗ് ഹബ്ബാണ് വേൾഡിലെ തന്നെ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഹൈ ഇൻഫ്ലുവൻസ് ആണുള്ളത്. അപ്പൊ അവിടുത്തെ ബാക്കി കൺട്രീസ് ആയിട്ടുള്ള മാൽദീവ്സ് ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും നേപ്പാൾ ആണെങ്കിലും നൈബർഹുഡിൽ അവരുമായിട്ട് ഹൈ റീജിയണൽ സുപ്രീമസിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഈ പ്രോ ആക്റ്റീവ് ഡിപ്ലോമസി, ഇൻഫ്രാസ്ട്രക്ചർ പുഷ് ആൻഡ് ഡീപ്പർ ട്രസ്റ്റ് ബിൽഡിംഗ് ഈ രണ്ട് കൺട്രീസും തമ്മിൽ ഭയങ്കരമായിട്ട് വേണം. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പുഷും ഡീപ്പർ ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ നൈബർഹുഡ് അവർക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മേജർ അപ്കമിങ് ഇഷ്യൂ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന എന്ന് പറഞ്ഞാൽ വാട്ടർ ഷെയറിങ്ങിലാണ്. ഓക്കെ, അപ്പൊ റീസെന്റ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു ചൈന ഈസ് ബിൽഡിംഗ് എ ബിഗ് ഡാം എന്നുള്ളത്. അപ്പൊ അത് ഇന്ത്യയുടെ വാട്ടർ സെക്യൂരിറ്റി അത് നല്ല രീതിയിൽ ബാധിക്കും. എസ്പെഷ്യലി നമ്മളെ ഇറിഗേഷൻ പർപ്പസ് ആണെങ്കിലും വാട്ടർ ഡ്രിങ്കിങ് പർപ്പസ് ആണെങ്കിലും അതേപോലെ ആ ഒരു ബോർഡർ ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു സെക്യൂരിറ്റി പർപ്പസ് ആണെങ്കിലും ഈ ഒരു ആംഗിൾ ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഈ GS2 ഇന്റർനാഷണൽ റിലേഷൻ ആംഗിളിൽ വരുമ്പോൾ ഇന്ത്യ ചൈന റിലേഷൻ ബ്രീഫ് ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചലഞ്ചസ് അഡ്രസ് ചെയ്യുന്ന സമയത്ത് ബോർഡർ മാനേജ്മെന്റിനെ കാട്ടി ഇത്തിരി കൂടെ എവോൾവ് ആയിട്ട്, അതായത് ബോർഡർ മാനേജ്മെന്റ് എന്നുള്ള ഇഷ്യൂ കോർ ആണെങ്കിൽ അതിനപ്പുറം കുറച്ച് ഇഷ്യൂസ് ആയിട്ടുള്ള എക്കണോമിക് സൈഡിൽ നിന്നും നമ്മളെ വാട്ടർ സെക്യൂരിറ്റി സൈഡിൽ നിന്നും റീജിയണൽ ആയിട്ടുള്ള സുപ്രീമസി സൈഡിൽ നിന്നുള്ള അനാലിസിസ് വേണം എന്നാണ് ആക്ച്വലി ഈ ഓദർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത കീ ടേംസ് ഏതൊക്കെയെന്ന് നോക്കാം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് സമ്മറിയിൽ. ഓക്കെ, ഇപ്പോൾ കീ ടേംസ് മെയിൻ ആയിട്ട് വരുന്നത് LAC ആൻഡ് ബോർഡർ ക്ലാഷ്. ആക്ച്വലി നിങ്ങളെല്ലാം ഇതും ബേസിക് ആയിട്ട് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. LAC എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അതായത് ചൈന ഇന്ത്യയായിട്ട് ബോർഡർ ചെയ്യുന്ന ഏരിയയിൽ ആ ഒരു ബോർഡറിങ് ഡിമാർക്കേഷൻ ആണ് ആക്ച്വൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. മെയിൻലി ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിലാണ് മെയിൻ ആയിട്ട് ആ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ബാക്കി ബോർഡർ ഏരിയയിലാണ് കൂടുതൽ എന്താ ചെയ്യുന്നത്, മിലിറ്ററിയിൽ സ്കിർമിഷ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ അവിടെ മെയിൻ ആയിട്ട് സ്ട്രഗിൾ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, മിലിറ്ററി ആയിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ട് ടോക്സ് മാനോവറിങ് മെയിൻ ആയിട്ട് ഉണ്ടാവും.
ഇനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി ഇന്ത്യ ചൈന മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്ലേ ചെയ്യുന്ന റോൾ, എസ്പെഷ്യലി വൺ ഇൻ ദ ബ്രിക്സ് ആൻഡ് SCO. ബ്രിക്സ് അറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക, ആൻഡ് SCO ഫ്രം ഷങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. ഈ രണ്ടും multilateral institution key role play ചെയ്യുന്നത്. They are actually supplementing the role of UN, but they are also holding up the upcoming countries in the world order. ഓക്കെ, പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് കോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അറിയാം കോഡ് എന്താണ്? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന് പറയുന്നത്. മെയിൻ പാർട്ടിസിപ്പൻസ് US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ആണ്. പിന്നെ എന്താണ് മെയിനായിട്ട് എയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പെസിഫിക് ആണ്. അതായത് ഇൻഡോ പെസഫിക് റീജിയനെ ഫ്രീ ആക്കുക, ട്രേഡിന് ഓപ്പൺ ആക്കുക എന്നുള്ള ഒരു ആംഗിളിലാണ്, എസ്പെഷ്യലി കൗണ്ടറിങ് ചൈന. കാരണം ചൈന ഓൾറെഡി സൗത്ത് ചൈന സീയിൽ നല്ല രീതിയിൽ അവരുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആംഗിളിൽ നിന്നും കൂടെ നമ്മൾ ഇന്ത്യ ചൈന റിലേഷൻ മെയിൻ ആയിട്ട് എന്ത് ക്രോസ് ചെയ്യുന്നതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മെയിൻസ് പേപ്പറിൽ GS2 ഇന്റർനാഷണൽ റിലേഷൻ ഇന്ത്യ ചൈന ഡൈനാമിക്സിലും സെക്യൂരിറ്റി, ബോർഡർ മാനേജ്മെന്റ്, വാട്ടർ സെക്യൂരിറ്റി, എക്കോളജിക്കൽ റിസ്ക്, ആ ഒരു ആംഗിളിൽ മെയിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. അപ്പൊ അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കാം. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ നമ്മളെ ക്രിയേറ്റീവ് എക്കോണമി എന്നുള്ള കൺസെപ്റ്റിലാണ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ ക്രിയേറ്റീവ് എക്കോണമി എന്നുള്ളൊരു ഐഡിയ ആണ്. ലുക്ക്, നമ്മളെ എക്കോണമിയിൽ നമുക്കറിയാം മെയിനായിട്ട് ഇൻപുട്ട് തരുന്ന വളരെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സെക്ടേഴ്സ് ഓഫ് എക്കോണമി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് ഇപ്പൊ അപ്കമിങ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സെക്ടർ ആണ് ക്യൂനറി സെക്ടർ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ആക്ച്വലി അത് നോളജ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ ഈ നോളജ് എക്കോണമിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡാണ് ആക്ച്വലി ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓദർ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയുടെ ക്രിയേറ്റീവ് എക്കോണമി ഇപ്പോഴും അൺടാപ്ഡ് ആണെന്നാണ് പറയുന്നത്, അൺടാപ്ഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി വാല്യൂഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് $30 ബില്യൺ ആണ് 2024 ഉണ്ടായിരുന്നത്. മിനിമം ഓഫ് 8% വർക്ക് ഫോഴ്സ്, അതായത് 8% വർക്ക് ഫോഴ്സ് വെച്ചിട്ട് പോലും നമുക്ക് $30 ബില്യൺ വാല്യൂഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നല്ല രീതിയിൽ സ്കെയിലപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ വളരെ ഹ്യൂജ് എന്നാണ് ആക്ച്വലി ഓദർ പറയുന്നത്. അപ്പൊ ഓക്കെ, ക്രിയേറ്റീവ് എക്കോണമി ടാപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് എന്താ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ നമുക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ ആണ്. അതേപോലെയാണ് IP പ്രൊമോഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷനും പ്രൊമോഷനും എന്ന് പറയുന്നത്. അതിന് റീസെന്റ് ഒരു എക്സാമ്പിൾ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ 1 district 1 innovation പ്രോഗ്രാം ബൈ ദ ഗവൺമെന്റ് ആണ്. അതായത് ഓരോ ഗ്രാസ് റൂട്ട് ലെവലിൽ പോയിട്ട് അവിടുത്തെ ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റിലാണ് ഗവൺമെന്റ് ആക്ച്വലി ഈ ഒരു മെയിൻ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആംഗിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്താ പറയാ, നമ്മുടെ അൺഎംപ്ലോയ്മെന്റിനെ ടാക്കിൾ ചെയ്യാനും ഇന്ത്യയുടെ ഗ്ലോബൽ ഒരു സ്റ്റാച്ചർ ഉണ്ടല്ലോ, ആ സ്റ്റാച്ചർ ഗ്ലോബൽ ലെവലിൽ എൻഹാൻസ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ആക്ച്വലി ചെയ്ത് ക്രിയേറ്റീവ് എക്കോണമിയുടെ പൊട്ടൻഷ്യൽ കൂട്ടുക എന്ന് വെച്ചാൽ. ഇത് പിന്നെ ഒരു ആംഗിൾ കൊണ്ടുപോകണമെങ്കിൽ എംപവർമെന്റ് ആംഗിൾ നമുക്ക് ഉണ്ടാകും, എസ്പെഷ്യലി ജെൻഡർ എംപവർമെന്റ്, വുമന്റെ ക്രിയേറ്റീവ് സൈഡ് എൻഹാൻസ് ചെയ്യുക, അങ്ങനത്തെ ഒരു എംപവർമെന്റ് സൈഡിലോട്ട് നമുക്ക് സംഭവം കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇത് മെയിനായിട്ട് ഇത് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് തരണം നോക്കാം. UNCTAD ആണ് ആക്ച്വലി അത് ക്രിയേറ്റീവ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ ഒരു റാങ്കിങ് സിസ്റ്റം തന്നെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇത് UNCTAD മെയിൻ ആയിട്ട് ഈ ക്രിയേറ്റീവ് എക്കോണമി പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ഔട്ട്ലുക്ക് മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് മിറ്റി കൂൾ എന്ന് പറയുന്നത്. എന്താണ് ഈ മിറ്റി കൂൾ എന്ന് പറയുന്നത്? മിറ്റി കൂൾ ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഫോക്കസ്ഡ് ഓൺ റിവൈവിംഗ് യൂസ് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ എർത്ത് വെയർ ഇൻ മോഡേൺ ലൈഫ്. അതായത് നമുക്കറിയാം ഏൻഷ്യൻ സിവിലൈസേഷൻ തൊട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ എർത്ത് വെയർ, അതായത് നമ്മൾ മൺപാത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പണ്ട് തൊട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പല ആസ്പെക്റ്റിൽ. ഈവൻ കുക്കിംഗ് ആണെങ്കിലും അതേപോലെ നമ്മൾ ഡെയിലി വർക്കിനാണെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും അതുവഴി എക്കോണമി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വഴി എക്കോണമി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ആക്ച്വലി മിറ്റി കൂൾ ഇനിഷ്യേറ്റീവ് ഒരു ക്രിയേറ്റീവ് എക്കോണമിയുടെ പാർട്ടായിട്ട് ഗവൺമെന്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ വർക്കാണ് ഗ്യാൻ എന്ന് പറയുന്നത്. എന്താ ഗ്യാൻ എന്ന് വെച്ചാൽ ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻ ഓഗ്മെന്റേഷൻ നെറ്റ്വർക്ക്.
ഇത് ആക്ച്വലി 1997 എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും ഇതിപ്പോൾ കറന്റ് മോഡേൺ സയന്റിഫിക് ടെക്നോളജി ആയിട്ട് ഇന്റർലിങ്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ഇതിന്റെ ഔട്ട്പുട്ട് കൊണ്ടുവരുന്നത്. അതായത് ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ഗ്രാസ് റൂട്ട് നോളജ് അറിയാം. നമ്മുടെ ഗ്രാസ് റൂട്ടിൽ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രൈബൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ അവർക്കുള്ള നോളജ് ഹ്യൂജ് ആണ്. അത് വളരെ ഹ്യൂജും ആണ്, ക്രിട്ടിക്കലും ആണ്. അപ്പൊ ആ നോളജിനെ നമ്മൾ ഇപ്പോഴത്തെ സയന്റിഫിക് ആസ്പെക്റ്റിലോട്ട് ഇന്റർലിങ്ക് ചെയ്യുക, അതിനെ കൂടുതൽ ഒരു പ്രൊമോഷൻ രീതിയിൽ കൊണ്ടുവരിക, ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ആസ്പെക്റ്റിലാണ് ആക്ച്വലി അത് ഗ്യാൻ എന്നുള്ള ഇനിഷ്യേറ്റീവ് മെയിൻ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ഈ ക്രിയേറ്റീവ് എക്കോണമിയുടെ പാർട്ടായിട്ടുള്ള ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഏതൊക്കെ സിലബസ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ GS to ഗവർണൻസ്, അത് ഗവർണൻസ് ഏതൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇത് മെയിൻ ആയിട്ട് കണക്ട് ചെയ്യുക, എസ്പെഷ്യലി IP റൈറ്റ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും. ഇനി സെക്കൻഡ് ആസ്പെക്ട് ഏതാ കണക്ട് ചെയ്യാൻ പറ്റിയ GS3 എക്കോണമി ആൻഡ് എൻവയോൺമെന്റ്. എക്കോണമി മെയിൻ ആയിട്ട് എന്താണ് ഗ്രോത്ത്, ഞാൻ പറഞ്ഞ എംപ്ലോയ്മെന്റ് ആസ്പെക്ട്, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആസ്പെക്റ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻ ആയിട്ട് ഓതർ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ന്യൂസ് അനാലിസിസ്. ഓക്കെ, നൗ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് എന്താണ് ലാൻഡ് മാർക്ക് എഗ്രിമെന്റ്. എന്താണ് ഈ ന്യൂസിനെ സമ്മറി എന്ന് പറഞ്ഞാൽ, after 13 round of negotiation, a draft of WHO pandemic agreement has been finalized, aiming to strengthen global preparedness and response for future pandemic. അപ്പോൾ ഇതിന്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, കൊറോണ പാൻഡമിക് വന്നു, ഒരുപാട് പേര് ലൈഫ് ലോസ് ആയി, എക്കോണമി ഒന്ന് റീഷഫിൾ ചെയ്തു, ഗ്ലോബൽ ഓർഡറിലെ ഒരു ചേഞ്ച് വന്നു. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ചേഞ്ച് വന്നെന്ന് വെച്ചാൽ ഇത് ആരും ഫോർസൈറ്റ് ചെയ്തില്ല എന്നുള്ളത്. വേൾഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള UN WHO പോലും ഇങ്ങനത്തെ ഒരു പാൻഡമിക്കിനെ ഫോർസൈറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഫ്യൂച്ചറിൽ ഇനി ഇതേപോലെയുള്ള ഒരു പാൻഡമിക്കിന്റെ സ്ഥിതി ഒഴിവാക്കാനും, ഇങ്ങനെ ഒരു പാൻഡമിക് വന്നു കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് ഹോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് WHO പാൻഡമിക് എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ എഗ്രിമെന്റ് മെയിൻ ആയിട്ട് വരുന്ന ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു പാൻഡമിക് ഇഷ്യൂ വരുവാണെങ്കിൽ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യുക, ടാക്കിൾ ചെയ്യുക എന്നുള്ളതിനെ ആസ്പെക്ട് ചെയ്യാന്ന് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ അവർ മെത്തോഡോളജിക്കലി അത് എൻഹാൻസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാത്തജൻ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് സിസ്റ്റം. ഓഫ് കോഴ്സ് ഇങ്ങനത്തെ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ് ഇൻഫർമേഷൻ ഷെയറിംഗ്. അപ്പൊ ഈ പാത്തജന്റെ ആക്സസും അതിന്റെ ബെനിഫിറ്റ് ഷെയറിംഗ് സിസ്റ്റം ആയിട്ട് ഒരു പൂൾ ഓഫ് ഡേറ്റയെ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അതായത് WHO നിന്ന് താഴോട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് ഡേറ്റ ഇവോൾവ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പ്രിവെന്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്, എസ്പെഷ്യലി ഓൺ വാക്സിൻ ഡെവലപ്മെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ വാക്സിൻ ഡെവലപ്മെന്റ് ഏരിയ ഞാൻ പറഞ്ഞപ്പോഴാണ് ഇന്ത്യ ആക്ച്വലി ഒരു ഗ്ലോബൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി തേർഡ് വേൾഡ് കൺട്രീസിന് വാക്സിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു മെക്കാനിസം മെയിനായിട്ട് ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ സ്റ്റാച്ചർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾ GS2 ഇന്ത്യയുടെ സോഫ്റ്റ് ഡിപ്ലോമസി ആംഗിൾ മെയിനായിട്ട് പറയാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് ആക്ച്വലി ഏത് WHO പാൻഡമിക് എഗ്രിമെന്റ് മെയിനായിട്ട് ഇന്ത്യക്ക് അതിൽ എന്ത് റോൾ ചെയ്യാന്നുള്ളത്. ഇതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ആക്ച്വലി ഇതിനകത്ത് ടെക്നോളജി ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെ ഇൻഫ്യൂസ് ചെയ്യാന്നുള്ളത്. അതായത് വാക്സിൻ എക്വിറ്റി എന്ന് പറയും. ഈ പാൻഡമിക് സമയത്ത് ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ഇഷ്യൂ ആയിരുന്നു വാക്സിൻ എല്ലാവർക്കും എല്ലാ രീതിയിലും എത്തുന്നില്ല എന്നുള്ളത്. അതായത് മണി പവർ ഉള്ള ആൾക്ക് വാക്സിൻ അവൈലബിൾ ആവുന്നു, അഫോർഡബിൾ ആവുന്നു. അതേസമയം ഫിനാൻഷ്യലി ബാക്ക് ഉള്ള ആൾക്ക് ആ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അഫോർഡബിലിറ്റിയിൽ മെയിൻ ആയിട്ട് ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ വാക്സിൻ ഇക്വിറ്റി എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തുക എന്നുള്ള ആസ്പെക്റ്റിലും കൂടെ WHO ഈ ഒരു എഗ്രിമെന്റ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ന്യൂസ് ആർട്ടിക്കിളിലെ മെയിൻ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെയിൻലി നമുക്ക് ഏതൊക്കെ ഒരു സിലബസ് ലിങ്കുമായിട്ട് പോകാന്ന് വെച്ചാൽ GS2 IR ഹെൽത്ത്, അല്ലെങ്കിൽ GS2 തന്നെ ഇന്ത്യ സോഫ്റ്റ് ഡിപ്ലോമസി ആംഗിളും പോവാം. നമുക്ക് GS3 സയൻസ് ആൻഡ് ടെക്കിൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫറും ബയോടെക്നോളജി ഡെവലപ്മെന്റും, പിന്നെ ഇതേപോലെ പാൻഡമിക് പ്രിപ്പയർനെസ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത്, ടെക്നോളജിക്കൽ ഡിഫ്യൂഷൻ എങ്ങനെ കൊണ്ടുവരാന്നുള്ള ഒരു ആംഗിളിൽ മെയിനായിട്ട് ഇത് കൊണ്ടുപോകും. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിഗാർഡിംഗ് ദ ഹോട്ട് ടോപ്പിക് കറന്റ് ഇൻ ന്യൂസ്, ദാറ്റ് ഈസ് അബൌട്ട് ഗവർണർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ആക്ച്വലി അത് ഗവർണറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് അത് ഒരു ടസലിന്റെ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ കോൺട്രവേഴ്സിയുടെ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ ബാലൻസ് ചെയ്യുന്നതിലും ഫെഡറലിസത്തിന്റെ ആ ഒരു കീ ആസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഫെയിൽ ആവുന്നു എന്നുള്ളത് കാണിച്ചിട്ട്. അപ്പം പല സ്റ്റേറ്റുകളും ഗവർണറിന്റെ ഒരു പാർട്ടീഷൻ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു സമ്മറിയാണ് ആക്ച്വലി ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത്. എങ്ങനെയാണ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിനെ മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പവർ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷന്റെ ആംബിറ്റിൽ വരുമോ എന്നുള്ള ഒരു അനാലിസിസ് ആണ് ആക്ച്വലി മെയിൻ ആയിട്ട് ന്യൂസ് വരുന്നത്. അപ്പൊ റീസെന്റ് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു കേസ് പോയി, തമിഴ്നാട്ടിൽ നിന്ന് കേസ് പോയി, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട്.
2025. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസ് നോട്ടിംഗ് ആണ്. നിങ്ങൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷത്തെ മെയിൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോട്ട് ചെയ്യാവുന്ന ഒരു കേസാണ് ആക്ച്വലി അത്. ഈ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. അപ്പൊ ഇതിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞെന്ന് വെച്ചാൽ, സുപ്രീം കോടതി again reiterated parliamentary system is the more supreme and president and governor are bound by the advice of their respective council of democracy അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സോറി. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമുക്കറിയാം കീ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയാണ്. ഡെമോക്രസിയുടെ ആ ബില്ല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ആക്ച്വലി പീപ്പിളിന്റെ ആ ഒരു ഒപ്പീനിയൻ ആൻഡ് പവർ ആണ്. ആ പീപ്പിളിന്റെ ബില്ല് ക്യാരി ഔട്ട് ചെയ്യുന്ന ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആണ് ആക്ച്വലി മോസ്റ്റ് സുപ്രീം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ആക്ച്വലി ആര് എത്തിയത്? സുപ്രീം കോടതി ഈ ഒരു വെർഡിക്റ്റ് വഴി എത്തിയത്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിലോട്ട് ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കർ ഹു മേഡ് എ clear and pivotal role, Dr. Ambedkar Constitutional Assembly debatesiലും പാസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആയിട്ടുള്ള ഷംഷീർ സിംഗ് കേസ് ഓഫ് 1974 ആൻഡ് നബാം റേബിയ കേസ് ഓഫ് 2016 അവര് എന്താ പറയുന്നത്? സെറിമോണിയൽ റോൾ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ, അതായത് ഗവർണറിനും പ്രസിഡന്റിനും ഒരു സെറിമോണിയൽ ഹെഡ് എന്നുള്ള ഒരു ആംഗിളിലാണ് അവർ മെയിൻ ആയിട്ട് എൻഹാൻസ്മെന്റ് വരുത്തുന്നത്. അല്ലാതെ അവർ ആ ഒരു എക്സിക്യൂഷൻ ലെവലിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ അവർക്ക് അത്രയ്ക്ക് പവർ കൊടുക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവോൾവ് ചെയ്യുന്നില്ല എന്നുള്ള ആസ്പെക്റ്റിലാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസിൽ നമ്മൾ എത്തുന്നത്. സോ ഇതിന് വേണ്ടി അപ്പൊ ഇത്രയൊരു അനാലിസിസിൽ നിന്ന് എന്താ നമ്മൾ ലാസ്റ്റ് ഫൈനൽ എത്തുന്നത് വെച്ചാൽ, വി ആർ കോളിംഗ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസിപ്ലിൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ വഴി അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ എന്താ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലി അവരെ ഡിസിപ്ലിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന്. അതായത് പ്രസിഡന്റും ഗവർണറും ദേ ഷുഡ് വർക്ക് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ എത്തുന്നുണ്ട്. So judicially can be corrected through writ jurisdiction and every power carries a duty to serve the constitutional intent. അപ്പൊ ഇതിനായിട്ട് മെയിൻ ആയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബുൾവാർക്ക് അല്ലെങ്കിൽ ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്നതാണ് ആക്ച്വലി റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 32 വഴി യൂസ് ചെയ്യുന്ന റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസിപ്ലിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ആക്ച്വലി ഓദർ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഹൈലി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആക്ച്വലി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സജഷൻ എക്സാമിൽ ചോദിക്കുമ്പോൾ പറയാം. ഓൾറെഡി ഉള്ള പ്രൊവിഷൻസിനെ എൻഹാൻസ് ചെയ്യുക, നല്ല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 എന്താണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് ആക്ച്വലി ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ പ്രസിഡന്റ് ആസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 74 ഇതാണ് ആക്ച്വലി ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. കാരണം ഈ ആർട്ടിക്കിളാണ് മെയിൻലി വർക്കിംഗ് ഓഫ് ദ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് മാറുന്നത്. ഇതെന്താ പറയുന്നത്? ഇറ്റ് മാൻഡേറ്റ്സ് ദാറ്റ് ദേർ ഷാൽ ബി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും വിത്ത് പ്രസിഡന്റ് ആസ് ദ ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ടാവും, അതിന്റെ ഹെഡ് ആയിട്ട് ആരുണ്ടാവും? ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. ഈ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും കൂടെയാണ് ആക്ച്വലി ആരെ ഗൈഡ് ചെയ്യേണ്ടത്? പ്രസിഡന്റിനെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പൊ പ്രസിഡന്റ് എപ്പോഴും ഇവരുടെ ഗൈഡൻസിന്റെ ആംബിറ്റിലാണ് ആക്ച്വലി മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സിമിലർലി ഒരു മിററിംഗ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് ലെവലിൽ ഇതേ സാധനങ്ങൾ തന്നെ ഉണ്ട്. ആർട്ടിക്കിൾ 153 എന്നാണ് ഡിഫൈൻ ചെയ്യുന്ന ഗവർണർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ എയ്ഡ് ആൻഡ് അഡ്വൈസ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ആക്ച്വലി ഏതാണ്? സ്റ്റേറ്റ് ലെവലിൽ ആർട്ടിക്കിൾ 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ എന്നുള്ള ആസ്പെക്ട്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിയേണ്ടത് ഇവരുടെ ഓത്തിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 60 ആരുടെ ഓത്തിനെ കുറിച്ചാണ്? പ്രസിഡന്റ് ഓത്തിനെ കുറിച്ചും. ആർട്ടിക്കിൾ 159 ആരുടെ ഓത്തിനെ കുറിച്ചാണ്? ഗവർണറിന്റെ ഓത്തിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങളെ ബുക്ക് വായിക്കുമ്പോൾ പറയാം ഈ ഓത്തിന്റെ സ്പെസിഫിക്കേഷൻ കാണും. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ ഓഫീസിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇത് ഏത് ഷെഡ്യൂളിലാണ് കീപ്പ് ചെയ്യുന്നതെന്നും കൂടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഏതൊക്കെ സിലബസ് പോയിന്റിലോട്ട് പോകുന്നത് നോക്കാം. ഫസ്റ്റ് പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫെഡറൽ സ്ട്രക്ചറിലും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിലും അല്ലെങ്കിൽ റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആൻഡ് ഗവർണറിന്റെ പോസ്റ്റിലോട്ട് നമുക്ക് മെയിൻ ആയിട്ട് എടുക്കാം. അതേപോലെ ഗവർണേഴ്സ് ആസ്പെക്ട് മെയിൻലി അക്കൗണ്ടബിലിറ്റി, ഡെമോക്രാറ്റിക് റിഫോം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. ഇതിൽ മെയിൻ ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് കൊണ്ടുവരാം? ഈ ഒരു ഇൻപുട്ട് മെയിൻ ആയിട്ട് കൊണ്ടുവരാം. ഇനി കേസ് ലോസ് ഇമ്പോർട്ടന്റ് ആണ് എക്സാംസിന്. മെയിൻലി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി ഏത് കേസ് ലോസ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇഷ്യൂ ആയിട്ട് മെയിൻ ആയിട്ട് വരുന്ന ഒരു കേസാണ് നബാം റബിയ കേസ് മെയിൻ ആയിട്ട്, പിന്നെ ഷംഷീർ സിംഗ് കേസ് 1974 നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻലി ഈ ഒരു ചെറിയൊരു ഇഷ്യൂവിന്റെ ബ്രീഫിംഗ് എന്ന് പറയുന്നത്.
അപ്പൊ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലോട്ട് നമുക്ക് പോവാം. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ വൈസ് പ്രസിഡന്റിന്റെ ഒരു ക്രിട്ടിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, റീസെന്റ് വൈസ് പ്രസിഡന്റ് ധൻകർ ക്വസ്റ്റ്യൻ ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ജുഡീഷ്യൽ പ്രോസസ്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ, സുപ്രീം കോടതിന് ഒരു ആർട്ടിക്കിൾ 142 വഴി പവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്താ പവർ എന്ന് വെച്ചാൽ, ദേ ക്യാൻ ഇൻവോക്ക് ദിസ് ആർട്ടിക്കിൾ ടു മെയിൻറ്റെയിൻ വാട്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആക്ച്വലി അത് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പവർ ജുഡീഷ്യറിയുടെ അക്കൗണ്ടബിലിറ്റി കാട്ടി അത് ജുഡീഷ്യൽ ഓവർ റീച്ച്, ആ ബൗണ്ടറി ഓവർ റീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്രിട്ടിക്കലാണ് ആക്ച്വലി ആര് എത്തുന്നത്, ഈ വൈസ് പ്രസിഡന്റ് മെയിനായിട്ട് എത്തുന്നത്. സോ മെയിനായിട്ട് പാർലമെന്റിലെ ഡിബേറ്റ് വന്നപ്പോൾ അവർ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദിസ് ജുഡീഷ്യൽ പ്രോസസ്. അതായത് ജുഡീഷ്യൽ പ്രോസസ് ആർട്ടിക്കിൾ 142 വഴി ഇൻവോക്ക് ചെയ്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആണെന്നും അക്കൗണ്ടബിൾ ആണോ എന്നുള്ള ഒരു അനാലിസിസിലാണ് ആക്ച്വലി ഈ ന്യൂസ് മെയിനായിട്ട് എത്തുന്നത്. എസ്പെഷ്യലി ഇറ്റ് എൻകറേജ് അഗെയിൻസ്റ്റ് ജഡ്ജസ് ഈ ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ളൊരു അറിയേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നാണ് ആക്ച്വലി വൈസ് പ്രസിഡന്റ് മെയിനായിട്ട് പാർലമെന്റ് ഡിബേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് മെയിനായിട്ട് ഇഷ്യൂ നേരത്തെ പറഞ്ഞ ഗവർണറിന്റെ ഇഷ്യൂ ആയിട്ടുള്ളതാണ്. അപ്പൊ ആ ഗവർണർ കുറച്ച് ബില്ല് പ്രസിഡന്റ് അടുത്തോട്ട് അയക്കുന്നു, പ്രസിഡന്റ് അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പൊ അത് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആണെന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് ഡയറക്റ്റ് സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതി അവിടെ ഈ ഒരു ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്ത് അതിനൊരു പ്രശ്നപരിഹാരം കണ്ടെത്തുന്നു. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ മെയിൻലി ഇൻവോക്ക് ആവുന്ന ആക്ച്വലി സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഡെമോക്രസിയിലെ കോർണർ സ്റ്റോൺ ആണ് ആക്ച്വലി സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജുഡീഷ്യറി അവർക്ക് എല്ലാവർക്കും ഒരു വിങ് ഉണ്ട് ആക്ച്വലി. അത് ഒരു വർക്കിംഗ് ഏരിയ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്ന് അവർ ആ ഒരു പവർ ഇൻവോക്ക് ചെയ്യുക, മറ്റൊരു സ്ഥലത്തോട്ടുള്ള പവറിലോട്ട് ബ്രീച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ റീസെന്റ് ന്യൂസിലാണ്, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ കംപ്ലീറ്റ് ജസ്റ്റിസ് ബൈ സുപ്രീം കോടതി. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രിൻസ് പോയിന്റേഴ്സ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾ 142 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു പവർ ആണ് ആക്ച്വലി അത് ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 50 വിച്ച് എൻഷുർസ് ദ സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇത് ആക്ച്വലി അതിലെ വരുന്ന DPSP-യിലാണ് വരുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം എന്തിനാണ് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ കോർണർ സ്റ്റോൺ ആണ് ആക്ച്വലി അതിന് പാർലമെന്ററി ഡെമോക്രസിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ് ആക്ച്വലി അത് മാൻഡമസ് എന്ന് പറയുന്നത്. ഈ മാൻഡമസ് വഴിയിട്ടാണ് ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നത്. പബ്ലിക് ഓഫീസിലെ ഒരാളടുത്ത് അവരുടെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആക്ച്വലി മാൻഡമസ് വഴിയാണ്. അപ്പൊ മാൻഡമസ് എന്നുള്ള റിട്ട് ഇതുകൊണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസായിട്ടുള്ള കേശവാനന്ദ ഭാരതി ആൻഡ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ 1973 കേസ് ഇമ്പോർട്ടന്റ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ആക്ച്വലി ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന ക്രിട്ടിക്കൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നമുക്ക് എവിടെയൊക്കെ ഇൻവോക്ക് ചെയ്യാന്ന് വെച്ചാൽ GS2 പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അതിന്റെ എസ്പെഷ്യലി സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ മെയിൻ ടോപ്പിക്കിലും ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റിയിലും മെയിൻ ആയിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അതേപോലെ ഗവർണൻസിലും വരും, ചെക്ക് ആൻഡ് ബാലൻസസും റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഗവർണൻസിലും മെയിൻ ആയിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് രണ്ട് ആംഗിളും കിട്ടിയല്ലോ, മെയിൻസിൽ എവിടെയാണ്, പ്രിലിംസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. So next moving to next important one, that is part of our economy and it's part of our export and import part, that is exim part of our economy. അപ്പൊ എക്സിം പാർട്ടിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ആക്ച്വലി ആരെന്ന് പറഞ്ഞാൽ ചൈന എന്ന് പറയുന്നത്. അപ്പൊ ചൈന മെയിൻ ആയിട്ട് വേൾഡിൽ ഹൈലി ഒരു സ്ട്രാറ്റജിക് പവർ പുഷ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മെറ്റൽസ് ആണ്. അപ്പൊ എന്താ റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ എർത്ത് സർഫസിൽ ഒരുപാട് മിനറൽസ് റോക്സിലുണ്ട്, ക്രസ്റ്റിന്റെ താഴെ ഒക്കെ ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പൊ ഈ മിനറൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് പ്രോസസ് ചെയ്തിട്ടാണ് പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിനറൽസ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ ഈ മിനറൽസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, റെയർ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അതായത് വളരെ റെയർ ആയിട്ട്, അതായത് ത്രൂ ഔട്ട് യുബിക്യസ് ആയിട്ട് എല്ലായിടത്തും കാണാതെ വളരെ കുറച്ച് അടുത്ത് ലോക്കലൈസ്ഡ് ആയിട്ട് കാണുന്ന കുറച്ച് എലമെന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. എസ്പെഷ്യലി ഇതിപ്പോ മെയിൻ ആയിട്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ ടെക്നോളജി സൈഡിൽ ഒരു എൻഹാൻസ്മെന്റ് വേണ്ടിയിട്ട് ഈ ഒരു എർത്ത് എലമെന്റ്സ്, റെയർ എർത്ത് എലമെന്റ്സ് ഹൈലി ക്രിട്ടിക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിളിൽ ഈ ഒരു
റെയർ എർത്തിന്റെ ഡെപ്പോസിഷൻ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ചൈനയ്ക്ക് ഒരു ക്രൂഷ്യൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റോൾ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തിനാണ്? വേൾഡിൽ ഈ ഒരു എലമെന്റ്സിന്റെ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യാനും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പുഷ് കീപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ബ്രീഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടേക്കാണ് ആപ്ലിക്കേഷൻ വരുന്നതെന്നാണ് ആക്ച്വലി ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി മാഗ്നറ്റ്സിലും മെറ്റൽ അലോയ്സിലും ഫോസ്ഫറസ് എലമെന്റ്സിലും കാറ്റലിസ്റ്റ് കെമിക്കൽ പ്രോസസ്സിലും പിന്നെ സെറാമിക് ആൻഡ് ഗ്ലാസ് ഇൻഡസ്ട്രിയിലാണ് മെയിൻ ആയിട്ട് എന്ത് വരുന്നത്, ഈ റെയർ എർത്ത് എലമെന്റ്സ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന എപ്പോ ഈ സാധനം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നോ അത് ഹ്യൂജ് ക്രൈസിസിലോട്ട് പോകും. എസ്പെഷ്യലി സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഹ്യൂജ് ക്രൈസിസിലോട്ട് പോകും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇന്ത്യയും കൂടുതലായിട്ട് ജിയോളജി സൈഡിൽ പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എലമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ എവിടെ ഉണ്ട്, അപ്പൊ അല്ലെങ്കിൽ ഇത് ഉള്ള വേറെ രാജ്യങ്ങളുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുക. എസ്പെഷ്യലി സൗത്ത് അമേരിക്കയിലെ ലിബിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സൗത്ത് അമേരിക്കയിൽ 3 കൺട്രീസ് ഉണ്ട്. അപ്പൊ ആ കൺട്രീസ് ആയിട്ട് ലിബിയത്തിന്റെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുക. അതേപോലെ ഈ ഒരു എലമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള കൺട്രീസുമായിട്ട് ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുക. ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത്. Currently, India holds 6% of global rare earth element reserve. അതായത് വേൾഡിലെ തന്നെ റെയർ എർത്തിന്റെ ഡെപ്പോസിറ്റിൽ 6% ഇന്ത്യക്കുള്ളൂ. പക്ഷെ അതും ക്രിട്ടിക്കൽ ആണ്. ആ 6% നമ്മൾ നമ്പറിൽ നോക്കരുത്, പക്ഷെ അതിന്റെ വോളിയൂമിൽ ഹൈ ആണ്. പിന്നും എൻഹാൻസ്മെന്റ് ഉണ്ടായാലും നമുക്ക് ഫ്യൂച്ചറിലുള്ള ഗ്രോത്ത് നമുക്ക് മെയിനായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും സ്ട്രാറ്റജി കൊണ്ടുവരണ്ടേ? അപ്പൊ അതിനുള്ള ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ അല്ലെങ്കിൽ NCMM എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഡൊമസ്റ്റിക് എക്സ്പ്ലോറേഷനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ആക്ച്വലി ഈ ഒരു മിഷൻ മെയിനായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് വഴി നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റും റെയർ എർത്ത് എലമെന്റ്സ് വേൾഡിൽ എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ലോക്കൽ ലെവലിൽ എവിടെയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ റീജിയൻ ലെവലിൽ എവിടെയൊക്കെ. വേൾഡിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, എസ്പെഷ്യലി ത്രൂ ബോർഡർ ഓഫ് കാനഡ. അത് കഴിഞ്ഞിട്ട് ബ്രസീൽ, അതേപോലെ ലിബിയൻ ട്രയാങ്കിൾ പോലുള്ള രാജ്യങ്ങളിൽ മെയിനായിട്ട് അർജന്റീന, ബൊളീവിയ, ആ രാജ്യങ്ങളിൽ ആ ഒരു ബോർഡർ ഏരിയയിൽ എസ്പെഷ്യലി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് റഷ്യയിലാണ് ഒരു ഡെപ്പോസിറ്റ് മെയിനായിട്ട് റഷ്യയിൽ അലാസ്കയുടെ അടുത്തല്ല, റഷ്യൻ ബോർഡർ യൂറോപ്യൻ ബോർഡറിന്റെ അടുത്തായിട്ടാണ് മെയിനായിട്ട് അതുള്ളത്. പിന്നെ ഇന്ത്യയിൽ 6% ഉണ്ട്. ബട്ട് ലുക്ക് അറ്റ് ചൈനാസ് കോൺട്രിബ്യൂഷൻ 44 മില്യൺ ടൺസ്. അതായത് മേജർ ഹോൾ ഓഫ് ഷെയർ ഏതിലാണ്? ചൈനയിലാണ്. അത് കഴിഞ്ഞാൽ വിയറ്റ്നാം, അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ. അപ്പൊ ഇതേ ആസ്പെക്ട് നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് നമ്മുടെ ബോർഡർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അതേപോലെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എസ്പെഷ്യലി അവരുടെ മിനറൽ ഡെപ്പോസിഷൻ ഉള്ള സ്റ്റേറ്റ്സിലാണ് ഈ ഒരു റെയർ എർത്ത് എലമെന്റ് നമുക്ക് മെയിനായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് പ്ലേസർ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചെളി മണ്ണിൽ അടങ്ങിയിരിക്കുന്നത്, അത് പിന്നെ റിഫൈൻ ചെയ്ത് എടുക്കുന്നത്. ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡയമണ്ടിന്റെ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഗോൾഡിന്റെ എക്സ്ട്രാക്ഷന് പോകുമ്പോൾ അതും പ്ലേസർ ഡെപ്പോസിറ്റിലാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് പ്ലേസർ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ആയി വന്നിട്ടുള്ള സാധനമാണ് ആക്ച്വലി അത് പ്ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്നോ ബൗൾഡേഴ്സ് എന്ന് പറയും. അപ്പൊ സ്നോ ഉള്ള റീജിയനിൽ അത് ബൗൾഡർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ റീജിയൻസിലൊക്കെ മെയിനായിട്ടാണ് ഈ ഡെപ്പോസിറ്റ് നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നതും. ഇതിൽ നിന്നാണ് മെയിനായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള റെയർ എർത്ത് മിനറൽസ് എന്ന് പറഞ്ഞാൽ, അത് നിയോഡിയം ഉണ്ട്, പ്രാസിയോഡിയം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്, ലാൻഡാനം ഉണ്ട്, സിറിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ കാറ്റലിക് കൺവെർട്ടർ, ഗ്ലാസ് പോളിഷിംഗ്, മെയിൻലി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്താണെന്നുള്ളത്, അപ്പൊ അതിന്റെ മെയിൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്, അതിന്റെ ഫോക്കസ് ഏരിയ എന്താണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഇന്ന് മെയിനായിട്ട് ന്യൂസ് ഏരിയയിലുള്ളത്. അപ്പൊ ഈ ഒരു ന്യൂസ് ബ്രീഫ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡെയിലി ആ ഒരു പത്രം വായിക്കുന്ന സമയത്ത് ഈ ഒരു ബ്രീഫിന്റെ ഒരു ഐഡിയകൾ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഏരിയയിലോട്ട് നിങ്ങൾക്ക് എൻഹാൻസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് തിങ്കിങ് ഒന്ന് ആ ഒരു ഏരിയയിലോട്ട് ട്യൂൺ ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ അടുത്തൊരു ന്യൂസ് അനാലിസിസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.